ഓം നമോ ഭഗവതേ വാസുദേവായ. ഇവിടെ ഓം വൈഫൈ നമോ കുറവാ, ഭഗവതേ വൈഫൈ കുറവാ അതാ. വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സുപദാന്തികം. വന്ദേഹം ശ്രീഗുരുവും ശ്രീയുതപദകമലം ശ്രീഗുരുവും വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാംവിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിതാ ശ്രീവിശാഖാംവിതംശ്ച. ये कृष्णा करुणा सिंधु दीनबंधु जगतपति गोपेश गुबिका कांद राधा कांद नमोस्तुते. तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये. वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिने नामिने. नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा. हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे. गुरुवे गौरचंद्राय राधिकाय तदालय कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः. हरे कृष्णा हरि ओम तत्सत. ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ്, അധ്യായം 4 32ാമത്തെ ശ്ലോകം മുതൽക്ക്. ഏവം ബഹുവിധ യജ്ഞാം വിദതാ ബ്രഹ്മണോ മുഖേ കർമ്മജൻ വിധിതാൻ സർവാൻ ഏവം ജ്ഞാത്വാ വിമോക്ഷ്യസേ. ഏവം ബഹുവിധാ യജ്ഞ വിദതാ ബ്രഹ്മണോ മുഖേ कर्मजान विधितान या सर्वान एवं ज्ञात्वा विमोक्षसे. सिनी माता जी. हरे कृष्ण. एवं बहुविधा यज्ञ विदता ब्रह्मणो मुखे कर्मजान् विद्धितान् सर्वान् एवं ज्ञात्वा विमोक्षसे. हरि बोल. वल्लभी माता जी. हरे कृष्ण. ओम नमो भगवते वासुदेवाय. एवं बहुविधा यज्ञा विदधा ब्रह्मणो मुखे कर्मजान् विद्धितान् सर्वान् एवं ज्ञात्वा विमोक्ष्यसे. हरे कृष्ण. हरि बोल. श्रीदेवी माता जी. हरे कृष्ण. हरे कृष्ण. एवं बहुविधा यज्ञा विदधा ब्रह्मणो मुखे कर्मजान् विदितान् सर्वान् ज्ञात्वा विमुक्ष्यसे. हरे कृष्ण. ഇതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ ആരെയല്ലേണ്ടത്? ഞാൻ വായിക്കും. ഹരേ കൃഷ്ണ. പല വിധത്തിലുള്ള ഈ യജ്ഞങ്ങളെല്ലാം വേദസമ്മതങ്ങളാണ്. ഇവ എല്ലാം വിവിധ കർമ്മങ്ങളിൽ നിന്നുള്ളവയുമാണ്. ഈ സത്യം മനസ്സിലാക്കിയാൽ നിനക്ക് മുക്തി നേടാം. Very good. All these different types of sacrifice are approved by the Vedas, and all of them are born of different types of work. Knowing them as such, you will become liberated. അപ്പോൾ വ്യത്യസ്ത വിധങ്ങളിലുള്ള യജ്ഞങ്ങളെ പറ്റിയാണ് പറയുന്നത്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്താണ് ഇതിന്റെ മുമ്പത്തെ? ദ്രവ്യയജ്ഞം അതല്ലേ പ്രഭു? ദ്രവ്യയജ്ഞം. ഇതാ ഓക്കെ. തപോയജ്ഞം. ഓക്കെ. യോഗമയജ്ഞം. സ്വാധ്യായയജ്ഞം. അപ്പൊ ഇതാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള യജ്ഞങ്ങള്. രോഷി മാതാജിക്ക് ജയ്. ഓക്കെ. വ്യത്യസ്തമായിട്ടുള്ള യജ്ഞങ്ങളെ പറ്റിയിട്ട് ഭഗവാൻ ഇവിടെ അർജുന് പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം all these different types of sacrifice are approved by the way. ഇതെല്ലാം എന്താണ്? അപ്രൂവ്ഡ് ആണ്, ഓഥന്റിക് ആണ്. ഇതെല്ലാം ഓഥന്റിക് ആണ്. And all of them are born of different types of work. Knowing them as such, you will become liberated. ഇതെല്ലാം ഓഥന്റിക് ആണ്, അപ്രൂവ്ഡ് ബൈ ദ വേദാസ് ആണ്. പക്ഷേ എന്താണ് ഇതിലുള്ള ഒരു സ്പെഷ്യാലിറ്റി?
നമ്മൾ ചെയ്യേണ്ട യജ്ഞം എന്താണ്? ഇതെല്ലാം ഓഥന്റിക് ആണ്. പക്ഷെ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? തപോയജ്ഞം, ദ്രവ്യയജ്ഞം, യോഗയജ്ഞം, സ്വാധ്യായയജ്ഞം, പലതരത്തിലുള്ള കാര്യങ്ങളെ പറ്റി പറഞ്ഞു. ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് റിലവൻ്റ് ആയിട്ടുള്ളത് ഏതാണ്? സ്വാധ്യായയജ്ഞം. അതെ, എസ്പെഷ്യലി കലിയുഗത്തിൽ ഭഗവാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നാമസങ്കീർത്തനം. നാമസങ്കീർത്തനം. അപ്പൊ ഇതൊക്കെ റിലവൻ്റ് ആണ്. അതായത് സമയത്ത് ദേശകാലപാത്രം അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യണം. അപ്പോ സത്യയുഗത്തിലുള്ള യജ്ഞം കലികാലത്തിൽ ചെയ്യാൻ പറ്റില്ല. പറ്റുമോ? സത്യയുഗത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹൃദയധ്യായതവും വിഷ്ണു, ധ്യാനമാണ് പറഞ്ഞിരിക്കുന്നത്. അതും യജ്ഞമാണ്. ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. അത് നടക്കില്ല ഈ സമയത്ത്. അപ്പൊ അത് ഓഥന്റിക് ആണ്, പക്ഷെ റെലവൻ്റ് അല്ല ഈ ഏജില്, ഈ സമയത്ത്. അപ്പൊ ഭഗവാൻ അർജുനന് എല്ലാ വിധത്തിലുള്ള ആ ജ്ഞാനവും പകർന്നു കൊടുക്കുന്നു. അതേ സമയത്ത് എന്താണ് ബെസ്റ്റ് ഈ സമയത്ത് ചെയ്യാൻ പറ്റുന്ന എന്താണ് അതും പറഞ്ഞു കൊടുക്കും. അപ്പൊ പ്രഭുപാദ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് ഈ ഇൻഫർമേഷനും ഈ അറിവും എല്ലാം പകർന്നു തരുന്നുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കണം, ഈ സമയത്ത് നമ്മൾ കലിയുഗത്തിലാണ് ജീവിക്കുന്നത്. ഈ സമയത്ത് കലിയുഗത്തിൽ ജീവിക്കുന്ന ബദ്ധാത്മാക്കളായുള്ള നമ്മൾ ചെയ്യേണ്ട യജ്ഞം എന്താണ്, അത് നമ്മൾ മനസ്സിലാക്കാം. ഇതെല്ലാം ഒരു ഇൻഫർമേഷനാണ്, ഇതെല്ലാം ഒരു അറിവാണ്, അത് അറിഞ്ഞിരിക്കണം. പക്ഷെ അറ്റ് ദ സെയിം ടൈം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എന്ത് ചെയ്താലാണ് നമുക്ക് ഭഗവത് പ്രാപ്തി കിട്ടുക, ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതറിയാതെയാണ് പല ആൾക്കാരും സോ കോൾഡ് യോഗ. ഓക്കെ, യോഗ നല്ലതാണ് ആസ് എ ഫിസിക്കൽ എക്സസൈസ്. ഇന്നത്തെ കാലത്ത് സത്യയുഗത്തിൽ ഉള്ള ആ ധ്യാനം നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റില്ല. അതിനുള്ള ആയുസ് നമുക്കില്ല. ഉണ്ടോ? ഇല്ല. അതിനുള്ള ക്വാളിറ്റീസ് നമുക്കില്ല, അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതാണ് ഇവിടെ പറയുന്നത്. ഓൾ ദീസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സാക്രിഫൈസ് ആർ അപ്രൂവ്ഡ് ബൈ ദ വേദാസ്. എല്ലാം അപ്രൂവ്ഡ് ആണ്. ഓൾ ഓഫ് ദം ആർ ബോൺ ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വർക്ക്. നോയിങ് ദം ആസ് സച്ച് യു വിൽ ബിക്കം ലിബറേറ്റഡ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുക്തി കിട്ടും. മുക്തി എന്താണ് നമ്മളുടെ ചൈതന്യ മഹാപ്രഭു നമുക്ക് പറഞ്ഞ എന്താണ് നമ്മളുടെ ഗോൾ, അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ലൈഫ് എന്തായിരിക്കണം എന്നാണ്? കൃഷ്ണപ്രേമം അല്ലെ? ഈവൻ മുക്തി ഈസ് മെറ്റീരിയൽ. മുക്തി ഈസ് മെറ്റീരിയൽ. കാരണം നമ്മളുടെ ആഗ്രഹം, അതായത് നമ്മളുടെ എക്സ്പെക്ടേഷൻ ഭഗവാനെ സേവിക്കുക, അഹൈത്തുകി, ഹേതു ഇല്ലാതെ, പർപ്പസ് ഇല്ലാതെ, മോട്ടിവേഷൻ ഇല്ലാതെ, ഓക്കെ, വിതൗട്ട് എനി എക്സ്പെക്ടേഷൻ, അതായിരിക്കണം നമ്മുടെ ആക്ച്വലി ദാറ്റ് ഈസ് ഹയസ്റ്റ് ഗോൾ ഓഫ് ലൈഫ്. ഇനീഷ്യലി ഇത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. എല്ലാവർക്കും ഈ ഭൗതിക തലത്തുനിന്ന്, അതായത് ഇവിടെയുള്ള ക്ലേശങ്ങളിൽ നിന്ന് മുക്തി കിട്ടണം എന്ന എല്ലാവർക്കും ആഗ്രഹം, ഇൻക്ലൂഡിങ് അസ്. പിന്നെയാണ് ബാക്കിയുള്ളതൊക്കെ. നമ്മള് ഈ ദുഃഖാലയം, അശാശ്വതം, ഈ സ്ഥലത്ത് നമ്മുടെ ക്ലേശങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് മുക്തി കിട്ടാനാണ് എല്ലാവരും. പക്ഷെ ഇതൊക്കെ ഉയർന്ന തലത്തിലുള്ളതാണ്. ഇതെല്ലാം ഉയർന്ന തലം. നമ്മളുടെ ഡിവോഷണൽ സർവീസ് തന്നെ പ്രൈമറിലി 3 കാറ്റഗറി ആയിട്ടാണ്. സാധന ഭക്തി, അതായത് ഡിവോഷണൽ ആക്ടിവിറ്റീസ് അക്കോർഡിംഗ് ടു റൂൾസ് ആൻഡ് റെഗുലേഷൻ അല്ലേ. പിന്നെ ഡിവോഷണൽ ആക്ടിവിറ്റീസ് ഇൻ എക്സ്റ്റസി, ഭാവ, പിന്നെ പ്രേമ. ഈ പ്രേമത്തിൽ തന്നെ, അതായത് ഇപ്പൊ മെയിനായിട്ട് ഇപ്പൊ സാധന ഭക്തി, നമ്മളെല്ലാം സാധന ഭക്തിയാണ് ചെയ്യുന്നത്, റൂൾസ് ആൻഡ് റെഗുലേഷൻ പ്രകാരം, നിയമങ്ങൾ പ്രകാരം. ഇതൊക്കെ നമ്മൾ ഈ തലത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ 5 തരത്തിലുള്ള ആ ഒരു മെലോസ് റിലേഷൻഷിപ്പ് ഭഗവാനായിട്ടുണ്ട് അല്ലേ? 5 തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഭഗവാനായിട്ടുള്ളത് എന്തൊക്കെയാണ് അറിയാൻ പറ്റുമോ? വാത്സല്യം, അതല്ലേ? അതെ അതെ അതെ. വാത്സല്യം, സഖ്യം, ആദ്യം ദാസ്യം, സഖ്യം, വാത്സല്യം, മാധുര്യം. എന്താണ്? ശാന്ത. ഓക്കെ. ശാന്ത, ദാസ്യ,
സഖ്യ, വാത്സല്യ, മാധുര്യ, അല്ലെ? അങ്ങനെ 5 ടൈപ്പില്. അപ്പൊ ഈ 5 ടൈപ്പുള്ള റിലേഷൻഷിപ്പിലും നമുക്ക് ഈ സാധന ഭക്തി, ഭാവഭക്തി ആൻഡ് പ്രേമഭക്തി. ഈ പ്രേമത്തിൽ തന്നെ 10 ഡിഫറെന്റ് ലെവൽസ് ഉണ്ട്. ഭഗവാൻ പറയുന്നുണ്ട്, സനാതന ഗോസ്വാമിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പ്രേമം ദാറ്റ് ഈസ് അൾട്ടിമേറ്റ്. ഓക്കെ. അപ്പൊ ദാസ്യഭക്തി അല്ലെങ്കിൽ ശാന്തഭക്തിയില് അപ്പൊ അതിന്റെ ഈ പ്രേമത്തിന്റെ ഇത് വരുന്നത് 9 തരത്തിലുള്ള ഇതാണ്. രതി, പ്രേമ, സ്നേഹ, മാന, പ്രണയ, രാഗ, അനുരാഗ, ഭാവ, മഹാഭാവം. പ്രേമം, അപ്പൊ പ്രേമഭക്തിയാണ് ഏറ്റവും കൃഷ്ണപ്രേമം. അതില് 9 ഡിഫറെന്റ് ലെവൽസ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ലെവലും മറ്റേ ലെവലിനെക്കാട്ടിലും സുപ്പീരിയർ ആണ്. അപ്പൊ അതാണ് ഞാൻ ഒന്നുകൂടി പറയാം പ്രഭു. പ്രഭു ഒന്നുകൂടി പറയാം. അതായത് പ്രേമഭക്തി എന്ന് പറഞ്ഞാൽ പ്രേമമാണ് ഏറ്റവും ടോപ്പില്. സാധനഭക്തി കാട്ടിലും ഏറ്റവും സാധനഭക്തി നമ്മളെല്ലാം റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തിട്ട്, നിയമങ്ങൾ ഫോളോ ചെയ്തിട്ട് ചെയ്യുന്ന ഭക്തി. റെഗുലേഷൻ വേണം. നമ്മളോട് ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു റെഗുലേഷൻസ് ആണ്. കുട്ടികളോട് നമ്മൾ പറയും രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കണം, എന്ന കാര്യങ്ങൾ ചെയ്യണം, ഹോംവർക്ക് ചെയ്യണം, പഠിക്കണം, അത് ചെയ്യരുത്, ഇതെല്ലാം എന്തിനാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? എന്തിനാണ് നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്നത്? ഡിസിപ്ലിൻ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ റെഗുലേഷൻ ചെയ്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങും, അല്ലേ? അപ്പൊ ആ സമയമെടുക്കും, പ്രാക്ടീസ്. അപ്പൊ നമ്മൾ 5 മണിക്ക് അലാം വെച്ച് എഴുന്നേൽക്കുന്ന ആൾക്കാരാണ്. കുറേ ദിവസം ഓട്ടോമാറ്റിക്കലി ഈവൺ അലാം ഇല്ലാതെ 5 മണിക്ക് എഴുന്നേൽക്കാൻ പറ്റും, ഇല്ലേ? എന്നും 16 മാല ചെല്ലുന്ന ആൾക്കാർക്ക് അത് ചെല്ലാതെ അവർക്ക് ഓർക്കാൻ പറ്റില്ല. അത് പ്രാക്ടീസായി. അങ്ങനെ ഭഗവാന്റെ കൃപയും കൂടി ഉണ്ടെങ്കിൽ, ഭഗവാന്റെ ആ ഒരു അട്രാക്ഷൻ കൂടി ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാതെ അന്നത്തെ ദിവസം വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് ഭഗവാനോടും ഭഗവാന്റെ ഭക്തന്മാരോടും ഒരു അറ്റാച്ച്മെന്റ് വരും. സത്സംഗമില്ലാണ്ട് നമുക്ക് ആകെ ഒരു വെപ്രാളമായിരിക്കും. സത്സംഗം ചെയ്ത് അതേപോലെ ഈവൻ മെറ്റീരിയൽ ആയാലും ശരി, ഒരു പൊളിറ്റിക്സിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെ അവരായിട്ട് സത്സംഗം ചെയ്യാനാണ് എപ്പോഴും ആഗ്രഹിക്കുക. മദ്യപാനികളെ അങ്ങനത്തെ ആൾക്കാരായിട്ടാണ് സത്സംഗം ആഗ്രഹിക്കുക. അപ്പൊ അത് അവർക്കില്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ നമ്മളും ഭക്തന്മാരെ സത്സംഗം, ഡിവോട്ടീസിന്റെ ആ സംഘം ഇല്ലെങ്കിൽ നമുക്കും അത് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പൊ അങ്ങനെ സ്ലോലി ആൻഡ് ഗ്രാജുവലി നമ്മൾ ഉയരണം. അപ്പൊ ഇവിടെ പറയുന്നത് രതി, പ്രേമ, സ്നേഹ, മാന, പ്രണയ, രാഗ, അനുരാഗ, ഭാവ, മഹാഭാവം. ഇതാണ് 9 ലെവൽസ് ഇൻ പ്രേമ. അപ്പൊ പ്രേമത്തിൽ എത്തി എന്ന് പറഞ്ഞാൽ, അപ്പൊ ഇത് പറയുന്നത് ശാന്തരസത്തിലുള്ള ആൾക്കാർക്ക് അപ് ടു 2nd ലെവൽ വരെ പോകാൻ പറ്റുള്ളൂ. അതായത് എന്താണ്? രതി, പ്രേമ, ശാന്തരസത്തിലുണ്ട്. ദാസ്യരസത്തിലുള്ള ആൾക്കാർക്ക് 6 ലെവൽ വരെ പോകാൻ പറ്റും. അതായത് 6ാമത്തേന്ന് പറഞ്ഞാൽ രതി, പ്രേമ, സ്നേഹ, മാന, പ്രണയ, രാഗ ലെവൽ വരെ പോകാൻ പറ്റും. സിക്സ് ലെവല് ഏതാണ്? സിക്സ് ലെവല് വരെ പോകാം ദാസ്യ. പിന്നെ സഖ്യ, വാത്സല്യ രസത്തിലുള്ള ആൾക്കാർക്ക് 7th ലെവൽ വരെ, അതായത് അനുരാഗ. പിന്നെ എന്താണ്? കോഞ്ചുഗൽ ലവ്, മാധുര്യഭാവം. അവർക്ക് ഏത് ലെവൽ വരെ പോകാൻ പറ്റും? മഹാഭാവ. മഹാഭാവ ഇത് ഗോപികമാർക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ ആ ലെവലിൽ എത്തണം. അപ്പൊ 5 രസങ്ങളുണ്ട്. ഈ 5 രസങ്ങളുള്ള ആൾക്കാർക്കും പ്രേമഭക്തിയിൽ എത്താൻ പറ്റും. പ്രേമഭക്തിയിൽ ഡിഫറെന്റ് ഗ്രേഡേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ മെലോസിൽ ഉള്ള പ്രേമഭക്തി ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഇന്ന ലെവലിലേ പോകാൻ പറ്റും. മഹാഭാവ ആർക്കാണ്? ഗോപികമാർക്ക് മാത്രമേ പോകാൻ പറ്റൂ. സനാതന വാത്സല്യം പ്രഭു, വാത്സല്യം. അതായത്
സഖ്യ വാത്സല്യ 7th അനുരാഗ് വരെ പോകാൻ പറ്റും. ബാക്കി ഭാവ മഹാഭാവ അത് ഗോപികമാർക്കാണ്. അത് കോഞ്ചുഗൽ ലവ്, മാധുര്യം, ആ തലത്തിലുള്ള മെലോസിലുള്ള ആൾക്കാർക്ക് മാത്രം പറ്റും. സനാതന ഗോസ്വാമിക്ക് ചൈതന്യ മഹാപ്രഭു കൊടുക്കുന്ന ശിക്ഷയിലാണത് പറയുന്നത്. ഇപ്പൊ പ്രേമം നമ്മൾ പറയുന്നത് കൃഷ്ണപ്രേമം. ഇപ്പൊ കൃഷ്ണപ്രേമം എന്ന് പറഞ്ഞാൽ അതിനും ഗ്രേഡേഷൻസ് ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആണ് മഹാഭാവ, അത് ഗോപികുമാർ. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ആരാണ്? രാധാറാണി. അപ്പൊ ഇത് പറയാൻ കാരണം ഇതെല്ലാം ഓതന്റിക് ആണെങ്കിലും നമ്മളെല്ലാം എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത്? നമുക്ക് കലികാലത്തില് ഭഗവാനെ പ്രീതിപ്പെടുത്താൻ, ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ഈ ഭൗതിക ലോകത്തിന് ആദ്യം ലിബറേഷൻ കിട്ടിയാലേ നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും. ലിബറേഷനാണ് ആക്ച്വൽ ഡിവോഷൻ സർവീസ് തുടങ്ങുന്നത്. ലിബറേഷൻ വരെ നമ്മൾ പ്യുവർ ഡിവോഷൻ സർവീസ് അല്ല ചെയ്യുന്നത്. ഈവൻ സത്വഗുണത്തിൽ നിൽക്കുന്ന ആൾക്കാരും പ്യുവർ ഡിവോഷൻ സ്റ്റാർട്ട്സ് വെൻ വി ആർ ലിബറേറ്റഡ്. അപ്പൊ ഇവിടെ പറയുന്നത് നോയിങ് ദം ആസ് സച്ച് യു വിൽ ബിക്കം ലിബറേറ്റഡ്. അപ്പൊ ലിബറേഷൻ കഴിഞ്ഞാൽ എന്താണ്? പ്യുവർ ഡിവോഷൻ സർവീസ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഓ ലിബറേഷൻ കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. അപ്പോഴാണ് ആക്ച്വൽ ഡിവോഷൻ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മറ്റത് ടിൽ ലിബറേഷൻ വി ആർ വിത്തിൻ ദ 3 മോഡ്സ് ഓഫ് മെറ്റീരിയൽ നേച്ചർ. അത് ധർമ്മ, അർത്ഥ, കാമ, മോക്ഷ, ഈ 4 പുരുഷാർത്ഥത്തിൽ പെടും. ഇവിടെ നോക്കാം എന്താണ് പർപ്പോട്ടിൽ പറയുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സാക്രിഫൈസ് ആസ് ഡിസ്കസ്ഡ് അബവ് ആർ മെൻഷൻ ഇൻ ദ വേദാസ് to suit the different types of worker, because men are so deeply absorbed in the bodily concept. These sacrifices are so arranged that one can work either with the body, with the mind, or with the intelligence. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരെ, ഭക്തന്മാരെ ഉദ്ദേശിച്ചാണ് ഈ ഡിഫറെന്റ് സാക്രിഫൈസസ് ഭഗവാൻ കൊടുത്തിരിക്കുന്നത്. എന്താണ് വ്യത്യാസം? അവരുടെ ഏത് ഗുണത്തിലാണോ അവർ ജീവിക്കുന്നത് അതിനനുസരിച്ചിട്ട്. ഒരു 2nd ക്ലാസ്സിൽ പഠിക്കുന്ന, 2ാമത്തെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് 10ാം ക്ലാസ്സിലത്തെ ആ സിലബസ് കൊടുത്താൽ അവർക്ക് പഠിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ നമ്മൾ ഏത് ഗുണത്തിലാണോ നിൽക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു സാക്രിഫൈസ് ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതനുസരിച്ചിട്ടാണ് ഇതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഈ യജ്ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. So, but all of them are recommended for ultimately bringing about liberation from the body. അപ്പോൾ ഈ യജ്ഞങ്ങൾ എന്താണ്? Ultimately to liberate ourselves from the material conception. അപ്പൊ നമ്മൾ ഇപ്പൊ എന്താ പറയാ, നമ്മളുടെ എല്ലാം ഈ നമ്മൾക്ക് വരുന്ന എല്ലാ ക്ലേശങ്ങളും അതിന്റെ മെയിൻ കാരണം എന്താ അറിയോ? ത്രിഗുണത്തിന്റെ അധീനയിൽ വരുന്നുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ബട്ട് ടു ബി സ്പെസിഫിക്, നമുക്ക് വരുന്ന എല്ലാ സന്തോഷമായാലും ശരി, ദുഃഖമായാലും ശരി, സങ്കടമായാലും ശരി, എന്തായാലും ശരി, ഇതെല്ലാം എന്താണ് അതിന്റെ കാരണം? മെയിൻ ആയിട്ടുള്ള കാരണം നമ്മുടെ കർമ്മങ്ങളാണ്. ഓക്കെ, അത് ശരിയാണ്. ഞാൻ ഉദ്ദേശിക്കുന്ന അതല്ല. രണ്ടുപേരും പറഞ്ഞത് ശരിയാണ്. ബോഡി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നു. യെസ്, ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ ശരീരമായിട്ട് നമ്മളെ കരുതുമ്പോഴുള്ള, അപ്പോ ഞാൻ എൻ്റേത്, എനിക്ക്, എൻ്റെ വീട്, എൻ്റെ മക്കളെ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ ധനം, ഈ ഒരു ഐഡന്റിഫിക്കേഷൻ വരുമ്പോഴാണ് നമുക്ക് ക്ലേശങ്ങൾ വരുന്നത്. ഇതിൽ നിന്ന് ഉയർന്നു വന്നാൽ ഒരു കേസ്. ഇപ്പോൾ എക്സാമ്പിൾ, നമ്മൾ പേപ്പർ എടുത്ത് വായിക്കാണ് രാവിലെ. ഓക്കെ, ആഫ്രിക്കയിലെ ഭൂകമ്പമുണ്ടായി, 600 പേര് മരിച്ചു. നമ്മൾ വായിച്ചിട്ട് മറിക്കും അല്ലേ? അതേ വാർത്ത നമ്മളൊരു ഇന്ത്യയിൽ ഭൂകമ്പമുണ്ടായി, ഇന്ത്യയിൽ എവിടെയെന്ന് ചോദിക്കും. അപ്പൊ കാരണം റിലേഷൻ, ഇന്ത്യൻസ് അല്ലേ, ബ്രദർഹുഡ്, നമ്മുടെ ആൾക്കാർ. അത് അയ്യോ, അത് ഇന്ത്യയിൽ എവിടെ? അത് കേരളത്തിൽ. കേരളത്തിലാണോ? മലയാളി ഉടനെ അതിൽ കുറച്ചും കൂടി നോക്കാം, നമ്മുടെ വല്ലവരുണ്ടോ? നമ്മുടെ വല്ലവരുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് വിഷമായി.
അപ്പോൾ നമ്മൾ വി ഐഡന്റിഫൈ വിത്ത് ദ ബോഡി. വേറെ വല്ലവർക്കും എന്തെങ്കിലും സംഭവിച്ചപ്പോൾ അടുത്ത വീട്ടിലെ ഒരാളുടെ കാറിന് എന്തെങ്കിലും സ്ക്രാച്ച് വന്നാൽ നമുക്ക് വിഷമമുണ്ടാവുമോ? നമ്മുടെ കാറിനാണ് സ്ക്രാച്ച് വന്നാലോ? അപ്പൊ നമ്മളുടെ ഹൃദയം പോയ പോലെ, ഹൃദയത്തിൽ വര വന്ന പോലെ. അപ്പൊ നമ്മുടെ ഈ ക്ലേശം മുഴുവനെ ബിക്കോസ് വി ഐഡന്റിഫൈ അവസെൽഫ് വിത്ത് ദ ബോഡി. അപ്പൊ അതാണ് പ്രഭുപാദ പറയുന്നത്, വി ഹാവ് ടു റൈസ് above this. I am not this body, I am the soul. That is the basic teaching of Bhagavad Gita. പക്ഷേ ആ ബേസിക് ടീച്ചിങ്സ് കൂടി നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പ്രഭുപാദ raised himself from that conception. That's why he left his family and went to America. ഒരു ഫാമിലിയെ വിട്ടു, ആയിരക്കണക്കിന് ഫാമിലി കിട്ടി പ്രഭുപാദയ്ക്ക്. നമുക്ക് ഒരു ഫാമിലി വിടാനുള്ള ഇത് പറ്റില്ല. കാരണം നമ്മൾ ഇത് എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടികളെ, എൻ്റെ വീട്, എൻ്റെ വാഹനം, അത് എല്ലാം എൻ്റെ എന്നുള്ളതാണ്. അപ്പോ നമ്മുടെ ഈ ഭൗതിക ലോകത്തിലെ എല്ലാ ക്ലേശങ്ങൾക്കും കാരണം ഈ റിലേഷൻഷിപ്പാണ്. അപ്പൊ അതുകൊണ്ട് അവര് അങ്ങനെ ആ ഉയർന്ന നിലയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് എല്ലാവരെയും എവിടെ എന്ത് വന്നാലും അവർക്ക് ഫീൽ ചെയ്യും. ബിക്കോസ് അവരെല്ലാം ആത്മാക്കളാണ്. ഈ ആത്മാക്കളെ, അതായത് ഈ ഭൗതിക ലോകത്തിലെ ഇത്രയും ക്ലേശങ്ങൾ അനുഭവിക്കുന്നുണ്ടല്ലോ, അവരെ എങ്ങനെ രക്ഷപ്പെടുത്താം തലത്തിലാണ് അവർ ചിന്തിക്കുന്നത്. അവരൊക്കെ ലിബറേറ്റഡ് സോൾസ് ആണ്. നമ്മളെപ്പോലുള്ള ബദ്ധാത്മാക്കളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഇവിടെ അയച്ചിരിക്കുന്ന ആൾക്കാരാണ്. ഇതാണ് ബിക്കോസ് men are so deeply absorbed in bodily concept, so deeply deep rooted ആണ് നമ്മുടെ bodily concept from time immemorial. എത്ര ജന്മങ്ങളായിട്ടാണോ ഇത് നടന്നു വരുന്നത് നമുക്കറിയില്ല. ഇതിലെ നമ്മുടെ മനസ്സിലെ സട്ടിൽ ബോഡിയില് നമ്മുടെ ഇംപ്രഷൻസ് എല്ലാം ഉണ്ട്, ഒരുപാട് ജന്മങ്ങളായിട്ട്. അപ്പൊ അത് വിടാൻ ബുദ്ധിമുട്ടാണ് ഈ ബോഡി കൺസെപ്ഷൻ. അതായത് ഞാൻ ഈ ശരീരമാകുന്നു. അങ്ങനെ ഓരോ ജീവജാലങ്ങളും അതന്നെ ചിന്തിക്കുന്നത്. ഓക്കെ, ഈവൻ അനിമൽസ് അവർക്ക് ജീവൻ ഇതാണ്, അവരുടെ ശരീരം അവർക്ക് വിലപ്പെട്ടതാണ്. അപ്പോൾ ഡീപ്ലി അബ്സോർബ്ഡ് ഇൻ ദ ബോഡി കൺസെപ്റ്റ്. ദീസ് സാക്രിഫൈസസ് ആർ സോ അറേഞ്ച്ഡ് that one can work either with the body, with the mind or with the intelligence. അപ്പോൾ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഈ സാക്രിഫൈസ് നമുക്ക് ചെയ്യാൻ പറ്റും. എന്തിനു വേണ്ടിയിട്ട്? to relieve us from the bodily conception again. But all of them are recommended for ultimately bringing about liberation from the body. ഇതെല്ലാം it is arranged in such a way that we'll get liberated from the bodily conception of life. This is confirmed by the Lord herewith from his own mouth. അപ്പോൾ ഈ ഭൗതിക ലോകത്തില് നമ്മള് ഈ ക്ലേശങ്ങൾ എന്തുകൊണ്ടാണ് അനുഭവിക്കുന്നത്? ബിക്കോസ് ഓഫ് ബോഡ്ലി കൺസെപ്ഷൻ. അപ്പൊ നമ്മള് ഈ ബോഡ്ലി കൺസെപ്ഷനിൽ നിന്ന് ഉയരണം. അപ്പൊ സെക്കൻഡ് ചാപ്റ്ററിൽ ഭഗവാൻ അർജുനോട് പറഞ്ഞു കൊടുക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് യു ആർ നോട്ട് ദിസ് ബോഡി, യു ആർ ദ സോൾ. അപ്പൊ എപ്പോഴും പ്രഭുപാദ ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ ഡിസൈപ്പിൾസ്, ഫോളോവേഴ്സ് ചോദിക്കും, പ്രഭുപാദ ഹൗ മെനി ടൈംസ് ആർ യു റിപ്പീറ്റിംഗ് ദിസ്? എത്ര പ്രാവശ്യമാണ് ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്? അപ്പൊ പ്രഭുപാദ ചോദിച്ചു, ഹാവ് യു റിയലി അണ്ടർസ്റ്റുഡ് ദിസ് ഫിലോസഫി ദാറ്റ് യു ആർ നോട്ട് ദ ബോഡി യു ആർ സോൾ? ഇല്ല. That's why I have to hammer this again and again to come to the soul perception from the body conception. അപ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം കേൾക്കുന്നുണ്ട്, I am not this body, I am the soul. But have we really reached that stage? No. ഇതാണ് ടീച്ചിങ്സ്. അത് ഭഗവാൻ സ്വയം ഇവിടെ അർജുന് പറഞ്ഞു കൊടുക്കുകയാണ്. So number 33. ശ്രേയാൻ ദ്രവ്യമയാദ് യജ്ഞാത് ജ്ഞാനയജ്ഞാ പരന്തപാം സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ
സമാപ്യതേ ശ്രേയാൻ ദ്രവ്യമയാദ് യജ്ഞാത് ജ്ഞാനയജ്ഞ പരന്തപ സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ. ഹരേ കൃഷ്ണ. ഓക്കെ, റോഷി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു, ഞാനിപ്പോ പുറത്താണ് പ്രഭു. ഓക്കെ ഓക്കെ, സാവിത്രി മാതാജി. സാവിത്രി മാതാജി ഇല്ലേ അവിടെ? ഓക്കെ, നീതു മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ശ്രേയാൻ ദ്രവ്യമയാദ്യജ്ഞാനയജ്ഞ പരം തപ സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ. വെരി ഗുഡ്. ഓക്കെ, പിന്നെ വായിക്കാത്തത്. ഓക്കെ, സിനി മാതാജി again. ഹരേ കൃഷ്ണ പ്രഭുജി. ശ്രേയാൻ ദ്രവ്യമയാദ് യജ്ഞജ് ജ്ഞാനയജ്ഞ പരന്തപ സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ. വെരി ഗുഡ്. അതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ വായിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? വായിക്കട്ടെ പ്രഭു. വായിച്ചോ. ഹേ ശത്രുജ്ഞയ, യജ്ഞത്തെക്കാൾ സ്വന്തമായുള്ളതിനെ ത്യജിക്കുക. ശ്രേഷ്ഠമാണ് ജ്ഞാനയജ്ഞം, ജ്ഞാനത്തോടെ ചെയ്യുന്ന യജ്ഞം. ഹേ പാർത്ഥ, സർവകർമ്മ ത്യാഗങ്ങളും ഒടുവിൽ ചെന്നെത്തുന്നത് ദിവ്യജ്ഞാനത്തിലാണ്. Very good. Who chastiser of the enemy? The sacrifice performed in knowledge is better than the mere sacrifice of material possessions. After all, O son of Pratha, all sacrifices of work culminate in transcendent knowledge. അപ്പൊ എന്താണ് ഭഗവാൻ പറയുന്നത്? ഈ ദ്രവ്യയജ്ഞത്തെക്കാട്ടിലും മുകളിലാണ് എന്ത്? ജ്ഞാനയജ്ഞം. Sacrifice performed in knowledge is better than the mere sacrifice of മെറ്റീരിയൽ പൊസഷൻസ്. ദ്രവ്യയജ്ഞങ്ങൾ നമ്മളുടെ മെറ്റീരിയൽ പൊസഷൻ ഭഗവാന് സമർപ്പിക്കുന്നതാണ് ദ്രവ്യയജ്ഞം. ഓക്കെ, മറ്റൊരു നോളേജ് അല്ലേ, കൾട്ടിവേറ്റിംഗ് നോളേജ്, അത് സാക്രിഫൈസ് പെർഫോംഡ് ഇൻ നോളേജ്, ജ്ഞാനം. അപ്പൊ അത് ഏതിനേക്കാളും ഉയർന്നാണ്? ദ്രവ്യയജ്ഞയെക്കാട്ടും. ആഫ്റ്റർ ഓൾ, ഓ സൺ ഓഫ് പൃഥ, ഓൾ സാക്രിഫൈസസ് ഓഫ് വർക്ക് കൾമിനേറ്റ് ഇൻ ട്രാൻസെൻഡന്റ്. അപ്പോ നമ്മളുടെ കർമ്മം അത് സാക്രിഫൈസ് ആയിട്ട് ഒരു യജ്ഞമായിട്ട് ചെയ്യുന്നത്, അത് കൾമിനേറ്റ് ചെയ്യുന്നത് എന്താണ്? നോളജിലാണ്. എന്ത് നോളജ്? ട്രാൻസെൻഡ് നോളജ്. മെറ്റീരിയൽ നോളജ് അല്ല, ട്രാൻസെൻഡ് നോളജ്. ആ ട്രാൻസെൻഡ് നോളജിന്റെ തുടക്കം എവിടെയാണ്? ഐ എം നോട്ട് ദിസ് ബോഡി, ഐ എം ദ സോൾ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പിന്നെ ആ സോള് ആരെ ഡിപ്പെൻഡ് ചെയ്യണം? ആരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നു? സോൾ ഈസ് നോട്ട് ഇൻഡിപെൻഡന്റ്. ഈസ് ദ സോൾ ഇൻഡിപെൻഡന്റ്? ആദ്യം നമ്മൾ മനസ്സിലാക്കി ഐ എം നോട്ട് ദ ബോഡി, ഐ എം ദ സോൾ. ആൻഡ് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോൾ? ആൻഡ് ഈസ് ദ സോൾ ഇൻഡിപെൻഡന്റ്? ഇഫ് നോട്ട്, വിത്ത് ടു whom it has to serve? അല്ലേ? അപ്പോ സോൾ ഈസ് നോട്ട് ഇൻഡിപെൻഡന്റ്. സോൾ ഈസ് ഡിപ്പെൻഡന്റ് ഓൺ ദിസ് സൂപ്പർ സോൾ, ദ സുപ്രീം ലോർഡ്. കാരണം എന്താണ് ഭഗവാൻ പറയുന്നത്? മമൈ വാംസോ ജീവലോകെ ജീവഭൂത സനാതന മനഃഷ്ടാനി ഇന്ദ്രിയാനി പ്രകൃതിസ്ഥാനി കർഷനി. മമൈ വാംസോ ജീവലോകെ ജീവഭൂത സനാതന. അപ്പോൾ ഭഗവാന്റെ അംശങ്ങളാണ് നമ്മൾ. ഇപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണം, ഈ ലാപ്ടോപ്പിൽ ഒരു സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂവിനെ അതിന് എടുത്താൽ അതിന് വല്ല വാല്യൂ ഉണ്ടോ? നോ. If it is separated from this laptop, it has no value. If it is fixed in this laptop, it has its value. അതേപോലെ നമ്മുടെ അംശങ്ങള് സെപ്പറേറ്റഡ് ആയാൽ അതിന് വാല്യൂ ഇല്ല. ഭഗവാനായിട്ട് കണക്ട് ആയാൽ അതിന് വാല്യൂ ഉണ്ട്. അപ്പൊ സ്ക്രൂ അതൊന്ന് സെപ്പറേറ്റ് ആക്കി കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. ഇറ്റ് ഈസ് നോട്ട് ഡൂയിങ് എനി സർവീസ്.
പക്ഷെ അതേ സ്ക്രൂ അതിൻ്റെ ആയിട്ടുള്ള സ്ഥാനത്ത് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ പെർഫോം. അപ്പോൾ ഇറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദിസ് ലാപ്ടോപ്പ്. അതേപോലെ നമ്മൾ ഭഗവാന്റെ അംശങ്ങളാണ്. ആ ഭഗവാന്റെ അംശങ്ങൾ ഇൻഡിപെൻഡൻ്റ് അല്ല. നമ്മളുടെ വാല്യൂ എപ്പോഴാണ്? നമ്മൾ ഭഗവാനായിട്ട് ആ ബന്ധം പുനഃസ്ഥാപിക്കുമ്പോൾ. നമ്മുടെ അത് മറന്നു പോയിരിക്കുകയാണ്, ഭഗവാനിൽ നിന്നും അകന്നു പോയിരിക്കുകയാണ്. സെപ്പറേറ്റഡ്. We have got separated from the Supreme Lord and we are trying to enjoy independently ourselves without any relationship with the Supreme Lord. That's why we are suffering in this material world. ഭഗവാനെ മറന്ന് നമ്മൾ ഒറ്റയ്ക്ക് സുഖിക്കാൻ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നമ്മൾ ആനന്ദിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴാണ് ഒരിക്കലും നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല, ആനന്ദിക്കാൻ പറ്റില്ല. ഇപ്പോ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഭക്ഷണം നമ്മുടെ കയ്യിൽ വെച്ചിരുന്നാൽ നമുക്ക് സുഖം കിട്ടുമോ, സന്തോഷം കിട്ടുമോ? ഇല്ല. ആ ഭക്ഷണം എവിടെ വായിൽ കൂടെ അത് നമ്മുടെ ഉദരത്തിലെത്തിയാൽ മാത്രമേ നമുക്ക് പുഷ്ടി, തുഷ്ടി, സംതൃപ്തി എല്ലാം കിട്ടുള്ളൂ, സന്തുഷ്ടി എല്ലാം കിട്ടുള്ളൂ. അതേപോലെ നമ്മൾ ഭഗവാന്റെ അംശമാണ്. ആ ഭഗവാന്റെ അംശങ്ങളായ നമ്മൾ ഭഗവാനെ സേവിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് സംതൃപ്തി കിട്ടുള്ളൂ. So the purpose of all sacrifices is to arrive at the status of complete knowledge, then to gain release from material miseries. ഉണ്ടോ? അപ്പോഴാണ് നമുക്ക് മെറ്റീരിയൽ മിസറീസ് നിന്ന് റിലീഫ് കിട്ടുള്ളൂ. ഭഗവാന് സമർപ്പിക്കണം നമ്മുടെ സാക്രിഫൈസ് ഭഗവാന് വേണ്ടിയിട്ടായിരിക്കും. യജ്ഞപുരുഷൻ വിഷ്ണുവാണ്. നമ്മൾ പല ആൾക്കാരും യജ്ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തിനാണ്? നമ്മളുടെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട്. വിഷ്ണുവിനെയാണ് യജ്ഞം ചെയ്യുന്നെങ്കിലും അതിൻ്റെ പിന്നില് എന്താണ്? കാര്യങ്ങളുണ്ട് അല്ലേ? അതിൻ്റെ പിന്നില് കാരണമുണ്ട്. അതായത് നമുക്ക് വല്ലതും കിട്ടണം, നല്ലത് കിട്ടണം, നല്ല ജോലി വേണം, നല്ല കുടുംബം വേണം, നല്ല വീട് വേണം. അത് ആക്ച്വലി അത് ഓക്കെയാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം അത് ശരി പ്യൂർ ഡിവോഷൻ സർവീസ് അല്ല, അത് കർമ്മകാണ്ഡമാണ്, ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസ്. So then to gain release from material miseries and ultimately to engage in loving devotional service to the Supreme Lord Krishna consciousness. അതാണ് നമ്മളുടെ ultimate aim, to engage ourselves in loving devotional service to the Supreme Lord. Nonetheless, there is a mystery about all these different activities of sacrifice, and one should know this mystery. Sacrifices sometimes take different forms according to the particular faith of the performer. അപ്പൊ ഈ ഡിഫറെന്റ് ഫോംസ്, സാക്രിഫൈസിന്റെ ഡിഫറെന്റ് ഫോംസ്, അത് എങ്ങനെയാണ് വ്യത്യാസം വരുന്നത്? ഓരോരുത്തരുടെയും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അത് വ്യത്യാസം വരും അല്ലേ? അതുകൊണ്ടാണ് നമുക്ക് വെറൈറ്റേറ്റഡ്നെസ് കാണുന്നത്. നമുക്ക് സെയിം പാത്ത്, നമ്മൾ സനാതനധർമ്മം ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും കൂടിയിട്ട് എല്ലാവരും ചെയ്യുന്ന പ്രോസസ്സ് സാക്രിഫൈസസ് ഒന്നാവണമെന്നില്ല. You'll find variegatedness in our process. ഒരാള് ഒരു വിധത്തിൽ സാക്രിഫൈസ് ചെയ്യുന്നു, ഒരാൾ ഇന്ന ദേവിയെ ആരാധിക്കുന്നു, ചില ആൾക്കാർ ദേവന്മാരെ ആരാധിക്കുന്നു, ചില ആൾക്കാർ കൃഷ്ണനെ, വിഷ്ണുവിനെ, ദേവിയെ, ശിവനെ, ഗണപതിയെ, അങ്ങനെ ഡിഫറെന്റ്. വൈ ദിസ് ഡിഫറെന്റ്? ചില ആൾക്കാർ വിചാരിക്കുന്നത് എല്ലാം സെയിം ആണെന്ന്. എല്ലാം സെയിം അല്ല. ശിവനെ പ്രാർത്ഥിച്ചാലും, ഭഗവാനെ വിഷ്ണുവിനെ പ്രാർത്ഥിച്ചാലും, കൃഷ്ണനെ പ്രാർത്ഥിച്ചാലും, അല്ലെങ്കിൽ ഗണപതിയെ പ്രാർത്ഥിച്ചാലും, ഇന്ദ്രനെ, സൂര്യനെ, വരുണനെ, അഗ്നിയെ, ഇതെല്ലാം പ്രാർത്ഥിച്ചാൽ ഒന്നാമല്ല. അങ്ങനെ തെറ്റിദ്ധാരണയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, ഇറ്റ് ടേക്സ് ഡിഫറെന്റ് ഫോംസ് അക്കോർഡിംഗ് ടു ദ പെർട്ടിക്കുലർ ഫെയ്ത്ത് ഓഫ് ദ പെർഫോമർ. വെൻ വൺസ് ഫെയ്ത്ത് റീച്ചസ് ദ സ്റ്റേജ് ഓഫ് ട്രാൻസൽ നോളേജ്, ആ ശരിക്കുള്ള ദിവ്യമായിട്ടുള്ള ജ്ഞാനം നമുക്ക് കിട്ടുമ്പോൾ, the performer of sacrifices should be considered more advanced than those who simply sacrifice material possession without such knowledge.
For without attainment of knowledge, sacrifices remain on the material platform and bestowed no spiritual benefit. അപ്പൊ നമ്മള് ആ ശരിക്കുള്ള ജ്ഞാനത്തിലെത്തിയാൽ അറിയാം ഇവരെല്ലാം ഭഗവാൻ വിഷ്ണുവിനെ അല്ലെങ്കിൽ കൃഷ്ണനെ ഡിപ്പെൻഡന്റ് ആയിട്ടാണ് എല്ലാ ദേവീദേവതമാരും. അൾട്ടിമേറ്റ്ലി നമ്മൾ സാക്രിഫൈസ് ആരുടെ സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. അവരെല്ലാവരെയും ഒരേ തലത്തിൽ കാണാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ഓഫീസില് സിഇഒ മുതൽക്ക് ടോപ്പ് പോസ്റ്റിലുള്ള സിഇഒ മുതൽക്ക് ടു ദ ലോവസ്റ്റ്, സേ ഫോർ എക്സാമ്പിൾ പ്യൂൺ, അവരെ ഒരേ തലത്തിൽ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. സിഇഒ ഉണ്ട്, മാനേജിംഗ് ഡയറക്ടർ, ജനറൽ മാനേജർ, ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സ് ഉണ്ട്, അക്കൗണ്ട്സ് മാനേജർ, ഈ മാനേജർ, ആ മാനേജർ, പിന്നെ സ്റ്റാഫ്, ക്ലർക്ക്, സെക്രട്ടറി, ഡ്രൈവർ, പ്യൂൺ, അങ്ങനെ ഒരുപാട് പ്രത്യേകങ്ങളുണ്ട് അല്ലെ, ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. അപ്പൊ ഇവരെല്ലാം നമുക്ക് ഒരേപോലെ കാണാൻ പറ്റുമോ? ഇല്ല, കാണാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇവിടെയും ഈ യൂണിവേഴ്സൽ അഫയേഴ്സ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെന്റ് പോർട്ട്ഫോളിയോസിലുള്ള ഓത്തറൈസ്ഡ് റെപ്രസെന്റേറ്റീവ്സ് ഉണ്ട് ഇവിടെ ഭൗതിക ലോകത്തിലെ. അപ്പൊ അവരെല്ലാവരെയും ഭഗവാന് തുല്യമായിട്ട് കാണാൻ പാടില്ല. കാണുന്നത് തെറ്റാണ്. അതുകൊണ്ടാണ് ഭഗവാന് ഉള്ളൊരു പേര് അസമ ഊർധ്വ. എന്താണ് അസമ ഊർധ്വ? എന്താ ഇതിന്റെ അർത്ഥം? അസമ ഓർ ഊർധ്വ, ഈക്വൽ ആയിട്ട് ആരുമില്ല, ഊർധ്വ മീതയില്ല. നോബഡി ഈസ് ഈക്വൽ ടു ഹിം ആൻഡ് നോബഡി ഈസ് ഗ്രേറ്റർ ദാൻ ഹിം. അപ്പൊ നമ്മൾ എല്ലാവരെയും ഭഗവാന് തുല്യമായിട്ട് കാണുന്നത് ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. തെറ്റാണ്. ഞാൻ അതിനാണ് ഉദാഹരണം മനസ്സിൽ, ഒരു ഓഫീസിലത്തെ പ്യൂണിനെ അതേപോലെ ആ ഓഫീസിലത്തെ ഒരു സിഇഒ പൊസിഷനിലെ ആൾക്കാർ രണ്ടുപേരെയും ഒരേപോലെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? മെറ്റീരിയലി അല്ലേ? ഇവൺ മെറ്റീരിയൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു സിഇഒ വരുമ്പോൾ നമ്മൾ എങ്ങനെ, അല്ലെങ്കിൽ ഈവൺ ഒരു മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്ററോ പ്രൈം മിനിസ്റ്ററോ വരുമ്പോൾ നമ്മൾ എങ്ങനെ അവരെ റെസ്പെക്ട് ചെയ്യുന്നു? ഒരു സാധാരണക്കാരൻ വരുമ്പോൾ അത് കൊടുക്കുന്നില്ല. വ്യത്യാസമില്ലേ അവിടെ? Sorry. So real knowledge culminates in Krishna consciousness. So when, however, they are elevated to the level of transcendental knowledge, all such activities enter onto the spiritual platform. Depending on differences in consciousness, sacrificial activities are sometimes called karma kanda. അപ്പൊ എന്താണ്? അപ്പൊ നമ്മളുടെ കോൺഷ്യസ്നെസ്, നമ്മൾ ഏത് ഗുണത്തിലാണ് നിൽക്കുന്നത് അതനുസരിച്ചിട്ട് ഈ ആക്ടിവിറ്റീസ്, ഈ സാക്രിഫൈസിനെ ഡിഫറെന്റ് കാറ്റഗറിയിൽ പെടുത്തുന്നു. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് കാറ്റഗറി എന്താണ്? കർമ്മകാണ്ഡ. എന്താണ് കർമ്മകാണ്ഡ? ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസ്. ഫ്രൂട്ടീവ് ആക്ടിവിറ്റി നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നു, നമ്മൾ വഴിപാട് കഴിക്കുന്നു, ആഗ്രഹിക്കുന്നു എനിക്ക് നല്ലൊരു ജോലി വേണം, ഞാൻ ഒരു പുഷ്പാഞ്ജലി, ഒരു അർച്ചന, ഞാൻ ഈ വഴിപാട് ചെയ്യുന്നു, ഭഗവാനെ എനിക്ക് നല്ലൊരു ജോലി കിട്ടണേ. അതെന്താണ്? കർമ്മകാണ്ഡ, ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസ്. അത് ചെയ്യണോ ചെയ്യണ്ടേ? ചെയ്യാം, ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഈ ഭൗതിക ലോകത്ത് നിന്ന് ആധ്യാത്മിക ലോകത്തിലേക്ക് പോകാൻ പറ്റുമോ? പറ്റില്ല. ചെയ്യുന്ന തെറ്റൊന്നുമില്ല, അത് പാപമൊന്നുമില്ല. കർമ്മകാണ്ഡം അതായത് ഗോയിങ് ടു ദ ടെമ്പിൾ ആൻഡ് പ്രേയിങ് ടു സുപ്രീം ലോർഡ്, പ്ലീസ് ഗിവ് മി എ ഗുഡ് ജോബ്, പ്ലീസ് ഗിവ് മി എ ഗുഡ് വൈഫ്, ഗുഡ് ഹസ്ബൻഡ്, ഗുഡ് ചിൽഡ്രൻ, ഗുഡ് ഹൗസ് ഒക്കെ പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നമ്മൾ പൂജയും ചെയ്യാം. പൂജാരിയോട് ചെയ്താൽ പറഞ്ഞാൽ അവര് നമുക്ക് അതിനാണ് വേണ്ടിയുള്ള പൂജകളും ചെയ്യും, കിട്ടും ചെയ്യും. ചിലപ്പോൾ നമ്മുടെ കർമ്മത്തിന്റെ ഇതനുസരിച്ചിട്ട് കുറച്ച് ഈസി ആയിരിക്കും. പക്ഷെ അതെന്താണ്? കർമ്മകാണ്ഡ, ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസ്. അതൊരു ഡീലിംഗ് ആണ്, ഒരു ബിസിനസ് ഡീലിംഗ് ആണ്. ഞാൻ ഭഗവാനെ പ്രാർത്ഥിക്കുന്നു, ഭഗവാൻ എനിക്ക് ഇന്ന കാര്യങ്ങളെ സാധിച്ചു തരണം. ദർ ഇസ് നോ ലവ് ഇൻ ഇറ്റ്. നമ്മൾ ജോലി ചെയ്യുന്ന പോലെ ഓഫീസിൽ പോയി ജോലി ചെയ്യുന്നു, 30 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ശമ്പളം കിട്ടുന്നു. പ്യൂർലി ബിസിനസ് അല്ലേ? ജോലി ചെയ്യുന്നു, അതിന് ശമ്പളം തരുന്നു. അതേപോലെ ഭഗവാനെ പ്രാർത്ഥിക്കുന്നു, ഭഗവാനെ എക്സ്പെക്ട് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് ജസ്റ്റ് നോട്ട് ഓൺ എനി ഹയർ പ്ലാറ്റ്ഫോം, ലവ് പ്ലാറ്റ്ഫോമിലല്ല. ലവ് മീൻസ് നോ എക്സ്പെക്ടേഷൻ, ദാറ്റ് ഈസ് ലവ്. പക്ഷേ ഭൗതിക ലോകത്തിൽ നമ്മൾ കാണുന്നത് ലവ് അല്ല, ലസ്റ്റ് ആണ്.
എത്ര ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ആണെങ്കിലും അവിടെ ലവ് ഇല്ല, ലസ്റ്റ് ആണ്. സം എക്സ്പെക്ടേഷൻ ഇസ് ദർ, വെദർ ഇറ്റ് ഈസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, പാരൻസ് ആൻഡ് ചിൽഡ്രൻ, സിബ്ലിങ്സ്, ഏത് റിലേഷൻഷിപ്പ് എടുത്താലും പ്യുവർ ഫോമില് പ്യുവർ ലവ് നമുക്ക് കിട്ടില്ല, കാണില്ല മെറ്റീരിയൽ വേൾഡ്. പിന്നെയും പ്രഭുപാദ പറയുന്ന ഒരു the best relationship in the material world is between the infant and the mother. അവിടെ എക്സ്പെക്ടേഷൻ ഇല്ലാണ്ട് പിന്നെയും മദർ ആ കുട്ടിയെ ശുശ്രൂഷിക്കുന്നത്. പക്ഷെ കുട്ടി കുറച്ച് വലുതായി കഴിഞ്ഞാൽ പോയി അത് എക്സ്പെക്ടേഷൻ വരും. അതാണ് ഇവിടെ പറയുന്നത് കർമ്മകാണ്ഡ, ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസ്, ആൻഡ് സംടൈംസ് ജ്ഞാനകാണ്ഡ, knowledge in the pursuit of truth. It is better than the end of knowledge. Srila Rupa Goswami പറയുന്നത് തഥാ ശ്രീകൃഷ്ണ നാമാദി ന ഭവേത് ഗ്രാഹ്യം ഇന്ദ്രിയേ സേവോന്മുഖേ ജിഹ്വാദോ സ്വയം ഏവ സ്മൃത്യതഃ. ഭഗവാന്റെ നാമങ്ങൾ ജപിക്കണമെങ്കിൽ നമ്മളുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് നടക്കില്ല. ഭഗവാന്റെ നാമം ശുദ്ധമായിട്ട് ജപിക്കുന്നു ഭവേത്, മനസ്സിലാക്കാൻ പറ്റില്ല. ഭഗവാന്റെ നാമ ആദി, അതായത് നാമ ഗുണ രൂപ ലീല ഒന്നും ഭഗവാൻ നമ്മളുടെ മെറ്റീരിയൽ ബ്ലഡ് സെൻസസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സേവോന്മുഖേ ജിവാദു, നമ്മൾ സേവ ചെയ്യണം. ജിവ കൊണ്ട്, അതായത് നാവ് കൊണ്ട്. എങ്ങനെ സേവ ചെയ്യാം? ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാന്റെ പ്രസാദം ഉണരുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഭഗവാൻ നമുക്കത് റിവീൽ ചെയ്തു തരും. അപ്പോ അതൊന്ന്. പിന്നെ രൂപഗോസ്വാമി വീണ്ടും പറയുന്നു, അതായത് ജ്ഞാന കർമാദി അനാവൃതം ആനുകൂല്യേന കൃഷ്ണാനുശീലനം ഭക്തിവൃത്തമം. അപ്പൊ ഇതൊന്നും, അത് ജ്ഞാന കർമ്മ ആദി ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. അതിൽ മെയിനായിട്ട് പോയിന്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ അതായത് ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസ് കൊണ്ടോ ജ്ഞാനമാർഗം കൊണ്ടോ നമുക്ക് ഭഗവാനെ കിട്ടില്ല. എന്താണ് ശ്ലോകം? ആദ്യത്തെ തുടക്കം എന്താണ്? ജ്ഞാനകർമാദി അനാവൃതം. ആരെങ്കിലും ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല? ഏതാ? അതന്നെ. ഓക്കെ. അന്യാഭിലാഷിതാശൂന്യം ജ്ഞാന കർമാദി അനാവൃതം ആനുകൂല്യേന കൃഷ്ണാനുശീലനം ഭക്തിവൃത്തം. എന്താണ് ഉത്തമ ഭക്തി? അന്യ അഭിലാഷിത ശൂന്യം. ഒരു അഭിലാഷ പാടില്ല. അതായത് നമുക്ക് മെറ്റീരിയലി ഒരു അഭിലാഷയും പാടില്ല. ശൂന്യമായിരുന്നു, സീറോ. അന്യാഭിലാഷിത ശൂന്യം ജ്ഞാന കർമ്മ ആദി അനാവൃതം. ജ്ഞാനത്തിന് വേണ്ടിയിട്ട് കർമ്മകാണ്ഡ ആക്ടിവിറ്റീസ്, ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ആദി എറ്റ്സെട്ര. അതായത് ജ്ഞാനം, കർമ്മം, ലിബറേഷൻ, ഇതെല്ലാം ഇതിൻ്റെ ഒരു ആഗ്രഹം പാടില്ല. ഈവൻ ലിബറേഷൻ ആഗ്രഹിക്കുന്ന, അതായത് ലിബറേഷൻ ആഗ്രഹിക്കുന്നതും കൂടിയും മെറ്റീരിയൽ ആണെന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഡിസയർ ഉണ്ട്. എനിക്ക് വേണം, എനിക്ക് ലിബറേഷൻ വേണം. മറ്റുള്ളവർക്ക് കിട്ടിയാലും കിട്ടിയില്ലും വേണ്ടില്ല, എനിക്ക് വേണം. അപ്പൊ ആ ഒരു സെൽഫിഷ് ഇൻട്രസ്റ്റ് ഉണ്ട്. മറ്റേത് ശുദ്ധഭക്തനം എന്ന് പറയും, ഞാൻ എത്ര വേണമെങ്കിലും നരകത്തിൽ ജീവിക്കാം. പ്രഹ്ലാദ് മഹാരാജ് പറഞ്ഞിട്ടുണ്ട്, വാസുദേവ ദത്ത പറഞ്ഞിട്ടുണ്ട്, എല്ലാവരുടെയും പാപങ്ങളും ഞാൻ ഏറ്റെടുക്കാം. അവരെ എങ്ങനെയെങ്കിലും ഈ നരകത്തിൽ നിന്ന് നരകം, ഈ ഭൗതിക ലോകത്ത് നിന്ന് മുക്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. സെൽഫിഷ്നെസ് ഇല്ല, അവർക്ക് ലിബറേഷൻ വേണ്ട. ദേ ആർ റെഡി ടു സഫർ ഫോർ അതേഴ്സ്. ദിസ് ഈസ് റിയൽ.
പ്രഭുപാദ അതാണല്ലോ എത്ര ആ 70-ാമത്തെ വയസ്സില് എന്തിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം ത്യജിച്ചിട്ട് നല്ല അതായത് വൃന്ദാവനിൽ സുഖമായിട്ട് രാധാ ദാമോദർ ടെമ്പിളില് ഭജന ചെയ്തിരിക്കാമായിരുന്നു അല്ലെ? ആർക്ക് വേണ്ടിയിട്ടാണ്? സോ ദിസ് ഇസ് കമ്പാഷൻ. സോ അന്യ അഭിലാഷ ശൂന്യമായിരിക്കണം. വേറെ ഒരു അഭിലാഷയും വേണ്ടി. മെറ്റീരിയലി മോട്ടിവേറ്റഡ് ഡിസൈർസ് ഒന്നും പാടില്ല. ജ്ഞാനം, കർമ്മം, ആദി എറ്റ്സെട്ര. ജ്ഞാനത്തിന് വേണ്ടിയിട്ടുള്ളത്, എന്തെങ്കിലും കാര്യസാധനത്തിന് വേണ്ടിയിട്ട് കർമ്മകാണ്ഡം, അങ്ങനെ ഫ്രൂട്ടീവ് ആക്ടിവിറ്റി. ആനുകൂല്യേന കൃഷ്ണാനുശീലനം, അതായത് കൃഷ്ണന് അനുകൂലമായിട്ട് ഫേവറബിൾ ആയിട്ടുള്ളത്, ഭക്തിക്ക് ഫേവറബിൾ ആയിട്ടുള്ളത്, അതാണ് ഉത്തമ ഭക്തി. ഉത്തമ ഭക്തിയാണ് അവിടെ പറയുന്നത്. നമ്മള് ഉത്തമ ഭക്തിയിലൊന്നും എത്തിയിട്ടില്ല എങ്കിലും കൂടി അറ്റ്ലീസ്റ്റ് ത്രൂ റെഗുലേഷൻ സാധന ഭക്തിയിലൂടെ സ്ലോലി ആൻഡ് ഗ്രാജുവലി നമുക്ക് ഉയരാം. അതിന് നമ്മള് എക്സാമ്പിൾസ് ആയിട്ട് പ്യുവർ ഡിവോട്ടീസിനെ നമ്മുടെ ഒരു മോഡലായിട്ട് അവരുടെ കാൽപാത പിന്തുടരണം. വി ഷുഡ് ഫോളോ ഇൻ ദെയർ ഫുഡ് സ്റ്റെപ്സ്. എന്നാലേ നടക്കുള്ളൂ. അപ്പോഴേ അല്ലാണ്ട് നമ്മൾ സ്വന്തം എഫേർട്ട് കൊണ്ട് നടക്കില്ല. സ്വന്തം എഫേർട്ട് കൊണ്ട് നടക്കുമോ? ഒരു കാര്യം നടക്കില്ല. We always need the guidance, support, inspiration of the senior devotees, pure devotees. We need the blessings of spiritual masters, Guru Parampara. അപ്പോൾ അതിനുവേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുക, അതേ നടക്കുള്ളൂ. And sometimes jnana kanda, knowledge in the pursuit of truth, it is better when the end is knowledge. It is better when the end is knowledge. അപ്പോൾ നോളജ്, അപ്പോൾ ആ ജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭക്തിയിൽ ഉയരാൻ പറ്റൂ. ജ്ഞാനം വേണം. അപ്പൊ ജ്ഞാനം നമുക്ക് മെറ്റീരിയൽ നോളജ് കൊണ്ടല്ല കിട്ടുന്നത്. ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ജ്ഞാനം കിട്ടും. സ്കൂളിൽ പോയിട്ടില്ലെങ്കിൽ നമുക്ക് ജ്ഞാനം കിട്ടും. എന്താണ് ആവശ്യം? ഭക്തന്മാരുടെ സംഘത്തിൽ. ഭക്തന്മാരുടെ സംഘത്തിൽ കൂടുമ്പോൾ നമുക്ക് മെറ്റീരിയൽ നോളജ് ഇല്ലെങ്കിലും കിട്ടും. പക്ഷേ ഇന്നത്തെ കാലത്ത് മെറ്റീരിയൽ നോളജ് ഉണ്ടായാലേ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോഴേ ഇത് നല്ല രീതിയിൽ ഇന്നത്തെ പ്രസന്റ് സിറ്റുവേഷനിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെറ്റീരിയൽ നോളജിന്റെ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല. ഇത് നമ്മൾക്ക് മനസ്സിലാക്കാനും, അപ്പൊ നമ്മുടെ സ്കൂളിലും കോളേജിലും യൂണിവേഴ്സിറ്റീസിൽ പോയി പഠിച്ചത് കൊണ്ടാണ് നമുക്കിത് മനസ്സിലാക്കുന്നത് അല്ലെ? ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ നോളജ് നമുക്ക് കൃഷ്ണ കോൺഷ്യസ്നസ്സിലെ ഉപയോഗപ്പെടുത്താം, മെറ്റീരിയൽ നോളജും. സോ മെറ്റീരിയൽ നോളജ് പറഞ്ഞിട്ട് നമ്മൾ തള്ളിവിടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നല്ല ജോലിക്ക് വേണ്ടിയിട്ട് മെറ്റീരിയൽ നോളജ് വേണം അല്ലേ? നമ്മളെല്ലാം ഗൃഹസ്ഥാശ്രമത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ജോലി വേണം, നാല് മാത്രം ലക്ഷ്മി കിട്ടുള്ളൂ. ലക്ഷ്മി ഉണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ ഫാമിലി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ജോലിക്ക് വേണ്ടി നല്ല മെറ്റീരിയൽ നോളജ് വേണം. അപ്പോൾ ഈവൻ Prabhupada recommends, wherever possible, try to get the highest degree even materially, so that you can use this degree in the grasa life to earn something and to propagate Krishna consciousness. അതുകൊണ്ട് ഇതെല്ലാം മെറ്റീരിയൽ ആണ്, മാറ്റർ ആണ് എന്ന ആവശ്യമില്ല പറഞ്ഞിട്ട് നമ്മൾ വിടാൻ പാടില്ല. ഗെറ്റ് ദ ഗുഡ് എഡ്യൂക്കേഷൻ, ഗെറ്റ് ദ ഗുഡ് ജോബ്, ഗെറ്റ് ദ ഗുഡ് പേ, use it in devotional service. That's what Prabhupada says. അല്ലാതെ ഈവൻ പല ഡിവോട്ടീസും അവര് ഗ്രാജുവേഷൻ ഒക്കെ ഇൻകംപ്ലീറ്റ് ആയി പ്രവർത്തനം, യു ഗോ കംപ്ലീറ്റ് യുവർ ഗ്രാജുവേഷൻ, ഡു PhD even, no problem, but that you can use that degree in devotional services. So എല്ലാം നമുക്ക് കൃഷ്ണ കോൺഷ്യസ്നെസ്സിൽ, അതായത് കൃഷ്ണാവബോധത്തിന് ഉപയോഗിക്കാൻ പറ്റും. We can dovetail everything in Krishna consciousness. All our material possessions, positions, and our what you call different certifications, education, everything can be dovetailed in the service of Krishna. Well, sorry.
So, നമ്മൾ 32, 33 രണ്ടെണ്ണം എടുത്തു, മൂന്നെണ്ണം എടുത്തോ? രണ്ടെണ്ണം പ്രഭുജി. 32 and 33 ഒന്നുകൂടി എടുക്കാൻ സമയമുണ്ടോ? അതോ stop, only 5 minutes left. So we'll stop here. We'll have some question and answer session, then we'll conclude. So 35 next അല്ലേ? 32, 33, 34 എടുത്തു, മൂന്നെണ്ണം എടുത്തു. 34 എടുത്തിട്ടില്ലേ പ്രഭു? എടുത്തില്ലല്ലോ പ്രഭു. 34 എടുത്തില്ല, 33 വരെ എടുത്തുള്ളൂ. അപ്പൊ 32, 33 എടുത്തുള്ളൂ. അതെ അതെ. ഓക്കെ, നെക്സ്റ്റ് 34 ആണ്. ഓ, ബ്യൂട്ടിഫുൾ ശ്ലോക. തദ്വിധി പ്രണിപാതേന. അപ്പൊ അത് നെക്സ്റ്റ് വീക്കിൽ കേൾക്കാം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंत कोटि वैष्णव की जय, प्रभुपाद की जय, गुरु महाराज की जय, ताई गो प्रेमानंदे। हरि हरि बोल।